ഗുരുവര്യന്മാരുണ്ട്. എല്ലാറ്റിലും ഉപരി വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന മുരളീധരൻ സാർ അവர்களுണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, തിരക്കുണ്ടെങ്കിൽ സാറിന് സംസാരിച്ചു പോകാം. ഇല്ല, ഞാൻ സയ്യിദുൽ ഉലമയെ വന്ന് കണ്ടതിന് ശേഷമേ പോകൂ എന്ന് പറഞ്ഞ ആ ഒരു മനസ്സിന്റെ താല്പര്യം വല്ലാതെ സന്തോഷം തന്നു. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുവനന്തപുരം ജില്ലയുടെ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും ഒരുപാട് കഷ്ടപ്പെടാൻ ഈ ജില്ലയിലെ മക്കൾക്ക് അല്ലാഹു ഭാഗ്യം കൊടുക്കട്ടെ. നമ്മുടെ ജില്ലയുടെ മുക്കും മൂലകളിൽ സമസ്തയെക്കുറിച്ച് പറയാനും പാടാനും പ്രചരണങ്ങൾ നടത്താനും അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ച് വാതോരാതെ വർണ്ണിക്കാനും ഇനിയും ജില്ലയിൽ അള്ളാഹു നമുക്ക് വഴികൾ തുറന്നു തരുമാറാകട്ടെ. ഞാൻ ഒരുപാട് സമയം ദീർഘിപ്പിക്കുന്നില്ല. ഒത്തിരി ചടങ്ങുകൾ നടക്കാനുണ്ട്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കലാണ് എന്റെ കർത്തവ്യം എന്നത്. എന്റെ പ്രിയപ്പെട്ട ജില്ലയിലെ പ്രവർത്തകരോട് ജമിയത്തുൽ ഉലമയുടെ, ജമിയത്തുൽ മുഅല്ലിമിന്റെ, SOSന്റെ, SMFന്റെ, SKSSFന്റെ, SBBയുടെ, SMA-യുടെ സർവാദരണീയരായ പ്രിയപ്പെട്ട പ്രവർത്തകരോട്, പ്രത്യേകിച്ച് ഹൃദയം കവർന്നെടുക്കുന്ന SKSSFന്റെ കർമ്മധീരയായ എന്റെ പ്രിയപ്പെട്ട ഷമീർ ഹംസയെ പോലെ, ജമിയത്തുൽ ഉലമയുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് ഫൈസിയെ പോലെ, ഷാജഹാൻ ദാരിമിയെ പോലെ, ഈ പേര് പറയാത്ത അനവധി നിരവധി പ്രിയപ്പെട്ട കൂട്ടുകാർ കൂടിയുണ്ട്. ഈ പ്രവർത്തനത്തെ ഇങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാവില്ല പകലില്ല ഈ പ്രിയപ്പെട്ട പ്രവർത്തകരെല്ലാം തന്നെ അൽഹംദുലില്ലാഹ് ഇതിന്റെ പിന്നിലായിരുന്നു. അപ്പോഴെല്ലാം നമുക്കറിയാം ഇതൊരു ഔലിയാക്കൾ പടുത്തുയർത്തിയ പ്രസ്ഥാനമായതുകൊണ്ട് ഇവിടെ ഒരു അത്ഭുതം നടക്കുമെന്ന് അൽഹംദുലില്ലാഹ് അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും അനേകായിരം അത്ഭുതം സമസ്തയിലൂടെ കൺകുളിർക്കെ കാണാൻ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. നമുക്കറിയാം സയ്യിദുൽ ഉലമയുടെ പ്രഭാവം എന്ന് പറയുന്നത്, അതെന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തക്ബീർ വിളിക്കുമ്പോ, ആരവം മുഴങ്ങുമ്പോ, തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോ, തങ്ങളുടെ മുഖത്ത് നോക്കുമ്പോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തയുടെ മുഹബ്ബീകൾക്കെന്ന് മാത്രമല്ല മുഅ്മിനീങ്ങളുടെ ഖൽബിൽ പോലും അല്ലാഹു ഇട്ടുതരുന്ന ഒരു വല്ലാത്ത ആകർഷണമാണ്. അൽഹംദുലില്ലാഹ്, അതാണ് ഓരോ സ്വീകരണ ജില്ലയിലും അൽഹംദുലില്ലാഹ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കരനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളവർക്ക് തിരുവനന്തപുരം ജില്ലയുടെ സാധാരണക്കാരായ പാവപ്പെട്ട ഞങ്ങളുടെ ജില്ലയുടെ ഈ മണ്ണിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ട് തങ്ങളോടൊപ്പം വന്ന പ്രിയപ്പെട്ട ജമലുൽ തങ്ങൾ ഉൾപ്പെടെ സയ്യിദന്മാർ, ഞാൻ പ്രത്യേകിച്ച് ആരെയും പേരെടുത്ത് പറയുന്നില്ല, തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങൾക്ക് ഉപദേശ നിർദ്ദേശം തന്ന, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന, എങ്ങനെ ചെയ്യണം, എങ്ങനെ പറയണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് നമുക്ക് വരച്ചു കാണിച്ചു തന്ന ഓരോ നേതാക്കളും, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ഓരോ നേതാക്കളും ഇവിടെയുണ്ട്. അറിവിന്റെയും ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന MD ഉസ്താദിനെ പോലെ പ്രിയപ്പെട്ട സാദാത്യങ്ങൾ ഇവിടെയുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ സയ്യിദ് ഉസ്താദിനെ പോലെ, ഫഖറുദ്ദീൻ ബാഖവി ഉസ്താദിനെ പോലെ കർമ്മോത്സവരായി ഞങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഗുരുവര്യന്മാരുണ്ട്. എല്ലാറ്റിലും ഉപരി വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന മുരളീധരൻ സാർ അവர்களுണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, തിരക്കുണ്ടെങ്കിൽ സാറിന് സംസാരിച്ചു പോകാം. ഇല്ല, ഞാൻ സയ്യിദുൽ ഉലമയെ വന്ന് കണ്ടതിന് ശേഷമേ പോകൂ എന്ന് പറഞ്ഞ ആ ഒരു മനസ്സിന്റെ താല്പര്യം വല്ലാതെ സന്തോഷം തന്നു. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, ഓരോ പ്രവർത്തകർക്കും, ഓരോ സയ്യിദന്മാർക്കും, ഓരോ സാദാത്യങ്ങൾക്കും, ഓരോ ഗുരുനാഥന്മാർക്കും, ഓരോ സമസ്തയുടെ പ്രവർത്തകർക്കും, SBB മുതൽ ഹിദ്മയുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് ഇവിടെ വന്ന എന്റെ പ്രിയപ്പെട്ട SBBയുടെ മക്കൾ ഉൾപ്പെടെ സമസ്തയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും, സമസ്തയെ മഹബത്ത് വെച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഓടിയെത്തിയ ഓരോ പ്രവർത്തകർക്കും സ്വാഗതമോദിക്കൊണ്ട് ഇവിടുത്തെ മറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന എല്ലാവരോടും അൽഹംദുലില്ലാഹ് സന്തോഷം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ആദ്യത്തെ മഹാസംഭവം സമസ്തയുടെ പ്രസിഡന്റിനെ കൊണ്ടുവന്ന് നടത്താൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ആ കാലയളവിൽ സമസ്തയ്ക്ക് വേണ്ടി ഓടി നടക്കാൻ കഴിഞ്ഞു എന്നത് വല്ലാത്ത സന്തോഷമാണ്. പക്ഷേ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ഇത് ഒരു 100ാം വാർഷികത്തോടുകൂടി അവസാനിക്കുന്ന ഒന്നല്ല. ഇൻഷാ അല്ലാഹ് തിരുവനന്തപുരം ജില്ലയിൽ ഈ ആരവവും, ഈ ആഘോഷവും, ഈ തക്ബീറും, ഈ വരവും ഒരു തുടക്കം മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹ്
എന്റെ പ്രിയപ്പെട്ട സയ്യിദ് അവർക്ക് എല്ലാവരും സ്വാഗതവും. വിഴിഞ്ഞത്ത് ജീവൻ കൊടുത്തുകൊണ്ടാണ് അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾ സയ്യിദുൽ ഉലമയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. ഭീമാപ്പള്ളിയിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പോയ വാഹന പ്രചരണ ജാഥയ്ക്ക് പോയ ഓരോ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു പ്രിയങ്കരനായ സ്വാമി ഇരിപ്പുണ്ട്. സ്വാമിയോട് സമസ്തയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ട. അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ജനിച്ചത് മുതൽ 100 വർഷം പൂർത്തിയാകുമ്പോ ഒരു മതത്തിന്റെ പേരിൽ ഒരു വർഗീയത പറയാത്ത, ഒരാളുടെയും മനസ്സിനെ പിച്ചു ചീന്താത്ത ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാവിനെ കാണാൻ ഞാൻ വരുമെന്ന് പറഞ്ഞ് നേരത്തെ വന്ന സ്വാമി ഉൾപ്പെടെ എല്ലാ വിശിഷ്ടാദികൾക്കും സ്വാഗതമോദി. എന്റെ പ്രിയപ്പെട്ട എന്നെ ഈ കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിച്ചവർ, എങ്ങനെ ഈ സമ്മേളന നഗരി ഒരുക്കണമെന്ന് പറഞ്ഞു തന്നവര്, SKSSFന്റെ നേതൃത്വം പ്രിയപ്പെട്ട ബഷീർ ഫൈസി, റഷീദ് ഫൈസി ഉസ്താദ് ഉൾപ്പെടെ, സത്താർ സാഹിബ് ഉൾപ്പെടെ എല്ലാവർക്കും, ഫഖറുദ്ദീൻ തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സയ്യിദന്മാരുണ്ട്. സമയം നഷ്ടപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവനന്തപുരം ജമിയത്തുൽ ഉലമയുടെ നന്ദിയും സന്തോഷവും സ്നേഹവും സ്വാഗതവും രേഖപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.